ഒരുപാട് ബഹളങ്ങളൊന്നുമില്ലാത്ത ഒരു സിമ്പിൾ റിയലിസ്റ്റിക് മൂവിയാണ് ലവ് ആൻഡ് ശുക്ല. 2017 പുറത്തിറങ്ങിയ ഒരു റൊമാൻസ് കോമഡി മൂവി കൂടിയാണിത്. ഈ ഒരു കഥയിൽ റൊമാൻസ് കോമഡി എന്നതിലുപരി മുംബൈ നഗരത്തിൽ ഒറ്റമുറി അപ്പാർട്ട്മെന്റിൽ കഴിയുന്ന ഒരു സാധാരണക്കാരായ ജോയിന്റ് ഫാമിലി ഇപ്പോഴും അനുഭവിച്ചു വരുന്ന സാഹചര്യങ്ങളെയാണ് രസകരമായി ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത്. ഓട്ടോ ഡ്രൈവറായ ശുക്ല ഒരു ഓർത്തഡോക്സ് ബ്രാഹ്മൺ ഫാമിലിയിൽ നിന്നാണ്. അച്ഛനും അമ്മയും അവനും ഒരു ഒറ്റമുറി അപ്പാർട്ട്മെന്റിലാണ് താമസം. കഥ തുടങ്ങുമ്പോൾ സോനാക്ഷിയുടെ ഒരു ലോഡ് ഫോട്ടോ ഒട്ടിച്ച ഓട്ടോറിക്ഷയാണ് കാണിക്കുന്നത്. അത് ശുക്ലയുടെ ഓട്ടോറിക്ഷയാണ്. ഒരാൾ ശുക്ലയുടെ ഓട്ടോയിൽ കയറുകയാണ്. കണ്ടാൽ മാന്യനാണ്. ഓട്ടോ ഇപ്പോൾ പോവില്ലെന്ന് പറഞ്ഞിട്ടും അമ്മയ്ക്ക് മരുന്ന് വാങ്ങി പോവുകയാണെന്ന് സെന്റിമെന്റ് ഇറങ്ങിയപ്പോൾ ശുക്ല അയാളെ പറഞ്ഞ് സ്ഥലത്ത് കൊണ്ടാക്കി. പൈസ ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അയാൾ ഫ്ലാറ്റിൽ പോയി. ശുക്ല അടുത്തുള്ള ഒരു ചായക്കടയിൽ കാത്തിരിപ്പായി. അപ്പോഴാണ് കടക്കാരൻ ഇവന് പറ്റിയ ചതിയെപ്പറ്റി പറയുന്നത്. അയാൾ ഇങ്ങനെ എല്ലാവരെയും പറ്റിക്കുന്ന ആളാണ്. ഒരുപാട് ഓട്ടോക്കാർ ഇതിൽ വന്ന് പെട്ടിട്ടുമുണ്ട് എന്ന് പറയുന്നു. ശുക്ല ഒരു പാവം പിടിച്ച മനുഷ്യനാണ്. പറ്റിയത് പറ്റി. തൻ്റെ മൊബൈൽ ഫോണിൽ 4 ഇഞ്ച് ഡിസ്പ്ലേയിൽ ദിവസവും കാണുന്ന മറ്റേ പടത്തിലെ സ്ത്രീകളെ അല്ലാതെ അവന് മറ്റൊരു പെൺകുട്ടിയെയും അടുത്തറിയില്ല. അങ്ങനെ ഒരാളെ അമ്മ പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കുകയാണ്. അതും ഒറ്റമുറി അപ്പാർട്ട്മെന്റിലേക്ക്. കല്യാണത്തെക്കുറിച്ചും കല്യാണം കഴിഞ്ഞുള്ള റൊമാൻസിനെ കുറിച്ചും ശുക്ലയും കൂട്ടുകാരും വെള്ളമടിച്ച് ചർച്ച ചെയ്യുകയാണ്. ഫോണിൽ കണ്ടുള്ള പരിചയം മാത്രം ഉണ്ടായ പോരാ, അതല്ല യഥാർത്ഥ ജീവിതത്തിൽ എന്നൊക്കെ കൂട്ടുകാർ അവനെ പരിഹസിച്ച് പറയുന്നുണ്ട്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് വധുവരന്മാർ വീട്ടിലെത്തുന്നു. ലക്ഷ്മിയെ കാണാൻ ആളുകൾ ആ ഒറ്റമുറി റൂമിൽ തിങ്ങി നിന്നു. അവർ ഇവിടെ നിന്ന് എവിടെയും പോവില്ല എന്ന് പറഞ്ഞ് അമ്മ വന്നവരെല്ലാം ആട്ടിവിട്ടു. ശുക്ലന്റെ അമ്മയാണ് വീട് ഭരിക്കുന്നത്. അച്ഛൻ അമ്മയെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു പാവം മനുഷ്യൻ. ലക്ഷ്മി ഒരു പാവം കുട്ടിയാണ്. അവൾ വന്നതും അമ്മയ്ക്ക് ഇനി റെസ്റ്റ് എന്ന രീതിയിലാണ് അമ്മയുടെ പ്രവൃത്തി. ലക്ഷ്മിയോട് ചായ ഇടാൻ പറഞ്ഞ് അമ്മയും അച്ഛനും സീരിയൽ കാണാൻ തുടങ്ങി. ശുക്ലയ്ക്ക് ഇതൊന്നും പറ്റുന്നില്ല. അവൾ ഇപ്പോൾ വന്നതേ അല്ലേ ഉള്ളൂ, ഇതൊക്കെ ചെയ്യിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാ പിന്നെ നീ പോയി ചെയ്യുന്നതാണ് അമ്മയുടെ മറുപടി. അങ്ങനെ രാത്രിയായി. ഇവർ ഉറങ്ങാനായി കിടക്കുകയാണ്. ഒറ്റ മുറിയായതിനാൽ എല്ലാവരും ഒരുമിച്ചാണ് കിടക്കുന്നത്. ഇങ്ങനൊരു സാഹചര്യമാണെങ്കിലും ശുക്ല റൊമാൻസിനായി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ലക്ഷ്മി നിലവിളിച്ച് എണീക്കുന്നു. അച്ഛനും അമ്മയും ബഹളം കേട്ട് എണീറ്റു. അവർക്ക് കാര്യം മനസ്സിലായി. ശുക്ലയെ അമ്മ ഒരു നോട്ടം നോക്കി. ലക്ഷ്മിയെ അവൻ്റെ അടുത്ത് നിന്ന് സ്ഥലം മാറ്റി കിടത്തുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ തന്നെ അച്ഛനും അമ്മയും സീരിയൽ കാണാനായി തുടങ്ങി. അവരാരും തമ്മിൽ മിണ്ടുന്നതേയില്ല. ലക്ഷ്മിയാണ് പണിയെടുക്കുന്നത്. പെട്ടെന്നൊരാൾ വാതിൽ മുട്ടി. ശുക്ല വാതിൽ തുറന്നപ്പോൾ അതാ അവൻ്റെ സഹോദരി രൂപയാണ് വന്നിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ഇതുവരെ അവൾക്ക് കുട്ടിയായിട്ടില്ല. അതിൻ്റെ പേരും പറഞ്ഞ് അമ്മായിയമ്മ വഴക്ക് പറയും. അമ്മ പുത്രനാണ് അവളുടെ ഭർത്താവ് സുനിൽ. അവൻ അമ്മയുടെ വാക്ക് കേട്ട് ഇവളെ തല്ലുകയും ചെയ്തു. ആ ദേഷ്യത്തിൽ ഇറങ്ങി വന്നതാണെന്ന് പറഞ്ഞ് കരച്ചിലോട് കരച്ചിൽ. അമ്മയാണെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്തു. നീ ഇനി അങ്ങോട്ട് പോകണ്ട, ഇവിടെ നിൽക്കാൻ പറഞ്ഞ് അമ്മയും ആശ്വസിപ്പിക്കുന്നു. കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ശുക്ല ഓട്ടോ ഓടിക്കാൻ തുടങ്ങി. പലതരം ആളുകൾ വണ്ടിയിൽ കയറി. കുറച്ച് സമാധാനത്തിന് വേണ്ടി അവൻ ബീച്ചിൽ പോയിരുന്നു. അപ്പോഴാണ് ലക്ഷ്മിക്ക് ഫോൺ ചെയ്യുന്നത്. വീട്ടിൽ ലക്ഷ്മിയെ കൊണ്ട് പണിയെടുപ്പിക്കുകയും അമ്മയും രൂപയും TV കാണലുമാണ്. ഇന്നലെ രാത്രി നടന്നതിൽ സോറി പറയാനാണ് ശുക്ല വിളിക്കുന്നത്. ലക്ഷ്മി ഫോൺ എടുത്ത് നാണിച്ചു നിൽക്കുകയാണ്. അമ്മയും നാത്തൂനും അവളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. വൈകിട്ട് ഞാൻ വരുമ്പോൾ നീ വാതിൽ തുറന്നു തരണം എന്നൊക്കെ വളരെ സന്തോഷത്തിൽ ശുക്ല പറയുന്നുണ്ട്. പെട്ടെന്ന് അമ്മ ഫോൺ വാങ്ങി വീട്ടിലേക്ക് വാങ്ങാനുള്ള സാധനത്തിൻ്റെ ലിസ്റ്റ് കൊടുക്കുകയാണ്. അവന് വേഗം തന്നെ ഫോൺ വെച്ചു. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം പോലും അവിടെ അവർക്ക് കിട്ടുന്നില്ല. വീണ്ടും രാത്രിയായി. എല്ലാവരും കിടന്നു. ഇപ്പോൾ രൂപ കൂടിയുണ്ട്. നിനക്ക് വേണ്ടത് നീ ചെയ്തോന്ന് സൂചന കൊടുത്ത് അച്ഛൻ 4 സ്യൂട്ട് കേസ് നിരത്തി വെച്ച് ശുക്ലയ്ക്ക് ഒരു ചെറിയ റൂം ഒരുക്കി കൊടുക്കുകയാണ്. അവരുടെ റൊമാൻസിന് സമയത്താണ് ഒരു കരച്ചിൽ കേൾക്കുന്നത്. എല്ലാവരും എണീറ്റു. രൂപ ഭർത്താവിനെ സ്വപ്നം കണ്ട് കരയുകയാണ്. അങ്ങനെ അതും പാളി. അടുത്ത ദിവസം ശുക്ല പണിക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് അറിയുന്നത് വീട്ടിൽ ലക്ഷ്മി തനിച്ചാണെന്ന്. ബാക്കിയുള്ളവരെല്ലാം ടൗണിൽ സാധനം വാങ്ങാൻ പോവുകയാണ്. ശുക്ലയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. അവൻ ഭയങ്കര സന്തോഷത്തിൽ മാർക്കറ്റിൽ പോയി ലക്ഷ്മിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവളുമായി പുറത്തുപോയി. അവൻ നേരെ ഒരു ലോഡ്ജിലേക്കാണ് പോകുന്നത്. അവിടെ റൂം എടുത്ത് രണ്ടുപേരും സംസാരിച്ചു. കല്യാണം കഴിഞ്ഞ് ആദ്യമായാണ് ഇങ്ങനൊരു പ്രൈവറ്റ് സ്പേസ് അവർക്ക് കിട്ടുന്നത്. ശുക്ല അവൾക്ക് വാങ്ങിയ വള ഇട്ട് കൊടുക്കുകയും സ്പ്രേ അടിച്ചു കൊടുക്കുമ്പോഴാണ് ദേ വാതിലാരും മുട്ടുന്നു. അത് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ പോലീസാണ്. അവർ അനാശ്വാസം എന്ന് പറഞ്ഞ് ശുക്ലയെ തല്ലി ചതച്ചു. പിന്നെ കല്യാണ ഫോട്ടോ കാണിച്ചപ്പോൾ മാത്രമാണ് അവരെ വെറുതെ വിട്ടത്. ലക്ഷ്മിക്ക് വളരെയധികം സങ്കടമായി. രണ്ടുപേരും വേഗം തന്നെ വീട്ടിൽ പോയി. അമ്മയൊക്കെ തിരിച്ചു വന്നപ്പോൾ ലക്ഷ്മി ഒരുങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. ലക്ഷ്മിയുടെ കയ്യിലുള്ള പുതിയ വളയൊക്കെ കണ്ട് നീ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കും, പെങ്ങക്ക് തരില്ല എന്ന് തമാശയിൽ രൂപ പറയാൻ തുടങ്ങി. അടുത്ത ദിവസം ഒരു പെണ്ണ് ശുക്ലയുടെ ഓട്ടോയിൽ കയറി.
അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്, എന്നാലും മറ്റൊരാളുമായി റിലേഷനിലാണ്. അത് അവളുടെ ഫോൺ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാവും. ഫ്ലാറ്റിലെത്തിയതും അവൾ പൈസ കൊടുക്കാതെ പോവുകയാണ്. ശുക്ല പൈസ തരാൻ കുറെ പുറകെ നടന്നു. അവനെ കുറ്റക്കാരനാക്കി സംസാരിച്ചു. അവളുടെ കയ്യിൽ പിടിച്ചു എന്നും അവന്റെ ഓട്ടോ നോക്ക്, സ്ത്രീകളുടെ ഫോട്ടോ ആണ് നിറയെന്ന് പറഞ്ഞ് അപമാനിച്ചു വിട്ടു. അവൻ വിഷമിച്ച് ഓട്ടോയിൽ ഫോട്ടോ ഒക്കെ എടുത്തു മാറ്റുകയാണ്. അന്ന് രാത്രി കൂട്ടുകാരുമായി വെള്ളമടിച്ച് അവൻ വീട്ടിൽ ഫിറ്റായി പോവുകയാണ്. ഇതുവരെയുള്ള ഫ്രസ്ട്രേഷൻ മൊത്തത്തിൽ അവിടെ സംസാരിച്ചു തീർത്തു. ലക്ഷ്മിയെ എല്ലാവരും വേലക്കാരിയായി കാണുന്നതും രൂപ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാതെ ഇവിടെ വന്ന് നിൽക്കുന്നതും എല്ലാം അവൻ വെട്ടി തുറന്നു പറഞ്ഞ് അങ്ങനെ തന്നെ കിടന്നുറങ്ങുകയാണ്. വീട്ടിലുള്ള എല്ലാവർക്കും അവൻ കുടിച്ചിട്ട് വന്നതിനും ഇങ്ങനെ പറഞ്ഞതിനും വളരെ സങ്കടവും ദേഷ്യവുമായി. അടുത്ത ദിവസം കെട്ടിറങ്ങി അവൻ എണീറ്റതും രൂപ ആരും കാണാതെ പുറത്തേക്ക് പോകുന്നതാണ് കാണുന്നത്. അവൾ റെയിൽവേ പാളത്തിൽ ഇരുന്ന് ആർക്കോ ഫോൺ ചെയ്യുകയാണ്. അതും കണ്ട് ശുക്ല വന്ന് ചോദ്യം ചെയ്തു. അപ്പോഴാണ് അവൾക്ക് ഭർത്താവിന്റെ വീട്ടിൽ അനുഭവിക്കുന്ന വിഷമങ്ങൾ തുറന്നു പറയുന്നത്. സുനിലാണ് വീട് ചെലവ് നോക്കുന്നത്. ഒരനിയനുണ്ട്, പണിക്കും പോവില്ല, വീട് നോക്കില്ല. മച്ചി എന്ന് വിളിച്ച് അമ്മായിമ്മയുടെ പരിഹാസവും അവസാനം സുനിലിന്റെ അടിയും. അങ്ങനെയാണ് അവൾ ഇറങ്ങിപ്പോരുന്നത്. ഇപ്പോൾ അവൾ സുനിലിനെയാണ് വിളിച്ചത്. അവന് അവളുടെ വിഷമമെല്ലാം മനസ്സിലായി. അവർ തമ്മിൽ സ്നേഹമാണ്. പക്ഷേ അവരുടെ വീട്ടിലും ഒന്ന് സംസാരിക്കാൻ പോലുമുള്ള ഒരു സാഹചര്യമില്ല. ഇപ്പോൾ അവർ വീട് മാറാൻ നോക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അമ്മയെ ആര് നോക്കുമെന്നൊരു പ്രശ്നമുണ്ട്. രൂപയുടെ സങ്കടം ശുക്ലയ്ക്ക് മനസ്സിലായി. അവൻ നേരെ പോയി സുനിലിനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. സുനിൽ രൂപയോട് മാപ്പ് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോവാൻ വീട്ടിൽ വന്നു. എന്നാൽ അമ്മ അവനെ അപമാനിച്ച് മോളെ കൂട്ടിക്കൊണ്ടു പോവണ്ടെന്ന് പറയുന്നു. ശുക്ലയ്ക്ക് ഇതൊന്നും കണ്ട് നിൽക്കാൻ കഴിഞ്ഞില്ല. അത്ര കാലം പറയാതെ മനസ്സിൽ കൊണ്ട് നടന്നതൊക്കെ അവൻ അപ്പോൾ പറഞ്ഞു. അമ്മ രൂപയുടെ അമ്മായിയമ്മയെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് അതിനുള്ളത്? ഇവിടെ ലക്ഷ്മിയോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്? അവളെ പണിയെടുപ്പിക്കാനല്ലാതെ സ്നേഹത്തോടെ ഇതുവരെ സംസാരിച്ചിട്ടുണ്ടോ? ഇവിടെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതും സംസാരിക്കുന്നതും നിങ്ങൾ മാത്രമാണ്. അച്ഛനെ ഇതുവരെ നിങ്ങൾ സംസാരിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ? ഇപ്പോൾ സുനിൽ സോറി പറഞ്ഞ് വിളിക്കാൻ വന്നപ്പോൾ മകളുടെ ജീവിതം നോക്കാതെ അവനെയും ആട്ടിവിടുന്നു. ഇവിടെ ആരെങ്കിലും തമ്മിൽ സംസാരിക്കാറുണ്ടോ? എപ്പോഴും പൊട്ട സീരിയൽ കണ്ടിരിക്കാതെ നമുക്കിടയിൽ സ്നേഹം എന്നുള്ളതുണ്ടോ? ആർക്കെങ്കിലും തമ്മിൽ തമ്മിൽ തിരിച്ചറിയുന്നുണ്ടോ എന്നൊക്കെ വികാരഭരിതനായി അമ്മയോട് ചോദിക്കുകയാണ്. രൂപ ഇതെല്ലാം കേട്ട് സുനിലിന്റെ കൂടെ പോകുന്നതാണ് ഉചിതമെന്ന് തീരുമാനിച്ച് അവന്റെ കൂടെ പോകുന്നു. ശുക്ലയും വീട് വിട്ടുപോയി. ഇപ്പോൾ അമ്മയും ലക്ഷ്മിയും മാത്രം. അമ്മയ്ക്ക് തെറ്റു മനസ്സിലായി. അന്ന് രാത്രി ശുക്ലയ്ക്ക് വീണ്ടും ഒരു ചതി പറ്റുകയാണ്. ഓട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ പനിയാണ്, ഹോസ്പിറ്റൽ പോണം എന്ന് പറഞ്ഞ് 3 പയ്യന്മാർ ഓട്ടോയിൽ കയറി ആളൊഴിഞ്ഞ സ്ഥലത്ത് വണ്ടി നിർത്തിച്ച് അവർ 3 പേരും ശുക്ലയെ തല്ലി അവന്റെ കയ്യിലുള്ള സ്വർണവും പണവും എല്ലാം അടിച്ചു മാറ്റി പോകുന്നു. അങ്ങനെ ചോരയിൽ കുളിച്ചാണ് അവൻ വീട്ടിലെത്തുന്നത്. ലക്ഷ്മി കരഞ്ഞ് അവന്റെ മുഖത്തെ മുറിവിൽ ചോര ഒപ്പിയെടുക്കുകയാണ്. പറ്റിയത് പറ്റി എന്ന മൈൻഡ് സെറ്റിലാണ് ശുക്ല. അവർ തമ്മിൽ സംസാരിച്ചു. ലക്ഷ്മി ആദ്യമായി ശുക്ലയ്ക്കൊരു ഉമ്മയും കൊടുത്തു. അടുത്ത ദിവസം അമ്മ സ്വയം ചായ ഉണ്ടാക്കി. സീരിയലൊന്നും കാണാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുകയാണ്. പിന്നീട് ലക്ഷ്മിയും ശുക്ലയും പുറത്തു പോകുന്നു. ഇത്തവണ റൂമിലേക്കല്ല പോയത്, സ്വയം അടുത്തറിയാനായി ബീച്ചിലേക്കാണ് പോകുന്നത്. അവിടെ അവർ ഒരുപാട് സംസാരിച്ചു. അവരും അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു. ഇതൊരു സിനിമ മാത്രമല്ല അല്ലേ, നമ്മൾ സാധാരണക്കാരായ മിക്ക ആളുകളുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. കൂടാതെ ഒന്ന് ലൈക്കും ചെയ്തേക്കാൻ മറക്കില്ലല്ലോ അല്ലേ.